ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഈ ഒരു ചാനലിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നിങ്ങളൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനും അതുപോലെ നിങ്ങൾ ബിസിനസ്, പേഴ്സണാലിറ്റി ഈ ഒരു മേഖലയിലേക്ക് ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ചാനലിലെ വീഡിയോസ് നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കടിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതിൽ സംസാരിക്കുന്നത് ആക്സെപ്റ്റൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ പാസ്റ്റ് ലൈഫിലായാലും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ജീവിതത്തിലായാലും നമ്മൾ പല മിസ്റ്റേക്കുകളും സംഭവിക്കാറുണ്ട്. മിസ്റ്റേക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത കാരണം കൊണ്ട് നമുക്കായിട്ട് പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുന്നതോ അതല്ലെങ്കിൽ ഫൈനാൻഷ്യലി ക്രൈസിസ് ഉണ്ടാകുന്നതോ പെട്ടെന്ന് നമ്മുടെ ജോബ് നഷ്ടപ്പെടുന്നതോ എന്തൊക്കെയായാലും എന്തായാലും നമ്മൾക്ക് പലപ്പോഴും ഇത് പെട്ടെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറില്ല. സോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിനും സൊല്യൂഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് മാറാൻ പറ്റും. സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. പലരുടെയും പ്രശ്നം, അവർ റീഗ്രറ്റ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അതായത് അങ്ങനെ എനിക്ക് സംഭവിച്ചല്ലോ എന്നുള്ള റീഗ്രറ്റിൽ അവർ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കില്ല. അവർ റീഗ്രറ്റിൽ അവരുടെ ആ ഒരു പ്രശ്നം വലിയൊരു രീതിയിലേക്ക് അവർ മാറ്റിയെടുക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ നിലവിലുള്ള പ്രശ്നത്തെ നിങ്ങൾ വീണ്ടും വീണ്ടും വലുതാക്കുകയാണ്. ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോഴൊക്കെ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അത് റീഗ്രറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രശ്നത്തെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല. കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹാൻഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. സോ ഈ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് വന്നാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അതെനിക്ക് സംഭവിച്ചു. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അതെനിക്ക് സംഭവിച്ചു. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ്? ആ ഒരു രോഗത്തെ ഇല്ലാതാക്കാൻ, ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് എനിക്ക് കരകയറാൻ എന്താണ് സൊല്യൂഷൻ? ആ സൊല്യൂഷനിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ റീഗ്രറ്റ് ഒഴിവാക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതോടെ ആ പ്രശ്നം പകുതിയോളം കുറയും. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ചിന്തയിലായിരിക്കണം. നിങ്ങൾ ഈ ഒരു റീഗ്രറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ പാസ്റ്റിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ബ്രെയിനിന് ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആ ഒരു പ്രശ്നത്തിന് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ അത് പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഇന്നത്തെ ടോക്കിൽ പ്രധാനമായിട്ടും പറയുന്നത്, എന്ത് പ്രശ്നം വന്നാലും അതിനെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കും. അത് എനിക്ക് സംഭവിച്ചു എന്നുള്ള കാര്യം അംഗീകരിച്ചതിന് ശേഷം അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കാൻ പറ്റും. സോ ഇന്നത്തെ ഈ ഒരു ചെറിയ ടോക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.